സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയൊരു യാത്രയിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് പോകുന്നത് വൈകുന്നേരത്തെ ചായ കുടിയാണ് കേട്ടോ. ചായ കുടിക്കാൻ വേണ്ടി പോകുന്നതാണ്. എല്ലാ ദിവസവും ഞങ്ങളിങ്ങനെ പോകുന്നില്ല. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വന്നു ഓഫീസിൽ നിന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ വിളിച്ച് പറഞ്ഞു ഇവരോടൊന്ന് റെഡിയായി നിൽക്കാൻ വേണ്ടി, ഞങ്ങൾക്ക് ചായ കുടിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു കടയുണ്ട് കേട്ടോ. മലയാളി കടയാണ്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കണ്ണൂർ, തലശ്ശേരി ആ ഭാഗത്തുള്ള നല്ല നല്ല സ്നാക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കടയാട്ടോ. അവിടത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്. പിന്നെ ചാരൂട്ടനൊന്ന് റിഫ്രഷ് ആയിക്കോട്ടെ. ഇവരൊക്കെ റൂമിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുമല്ലേ. അപ്പോൾ അവർക്കും ബോറടി ഉണ്ടാവും. അതുകൊണ്ടൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് വരാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ പോവാമെന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ കേട്ടോ. ചാരൂട്ടനാണെങ്കിൽ ചാരൂട്ടൻ്റെ ടോയ് എടുത്തിട്ടുണ്ട്, ബേബീനെ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് ചാരൂട്ടൻ. നിങ്ങൾ കേട്ട് നോക്കട്ടോ. എനിക്ക് നടക്കാമെന്ന് തോന്നി, കൈ പിടിച്ച് ഓടാനും തോന്നി. ആണോ? അവൻ ചാരുവിന്റെ കയ്യിലിരിക്കുന്നതാണല്ലോ ഞാൻ കണ്ടേ. ഇല്ല, ഞാൻ ഓടരാ ഓട്ടം. ശരിക്കും ഞങ്ങളുടെ മലയാളികളുടെ ചായപ്രാന്ത് ഭയങ്കര കേട്ടോ. ഈ പൊള്ളുന്ന ചൂടിനും ചായ വാങ്ങി കുടിക്കുന്നുണ്ടാവും. നട്ടുച്ചക്കായാലും ചായ വാങ്ങി കുടിക്കുന്ന ആൾക്കാർ എത്രയോ പേരെ കാണാറുണ്ട്. നമ്മളിപ്പം 5:30 ആ സമയത്താണ് പോകുന്നത്. എന്നാലും ഇവിടെ ഭയങ്കര ചൂടാട്ടോ. ഹ്യൂമിഡിറ്റി, ചൂടാണ്. പക്ഷെ ഞങ്ങൾക്ക് ആ ചായ കുടിക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് അത് വേറെ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങി. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് കേട്ടോ നമ്മുടെ ചായക്കടയിലേക്ക്. ഇവിടെയൊക്കെ ഗ്രോസറി ഒക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ സ്ഥിരം പോകുന്ന ഒരു കടയുണ്ട്, അവിടത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. മലയാളികൾക്ക് ചായയോടുള്ള സ്നേഹം ആണെങ്കിൽ ഇതുപോലെയുള്ള ഗൾഫ് കൺട്രീസിൽ വരണം കേട്ടോ. എല്ലാ മുക്കിലും മൂലയിലും കഫ്റ്റീരിയാസ് ഉണ്ട്. അവിടെയൊക്കെ നല്ല തിരക്കാണ് ചായക്ക്. ഈ പൊള്ളുന്ന വെയിലിലും ചായ കുടിക്കാൻ, ചായക്കട കണ്ടു കഴിഞ്ഞാൽ ചായ കുടിക്കാണ്ട് പോകുന്ന മലയാളികളുടെ എണ്ണം വളരെ പരിമിതമാണ് കേട്ടോ. ഞങ്ങളിപ്പം വൈകുന്നേരം 5:30-6 മണി സമയത്താണ് പോകുന്നത്. അപ്പോഴും കണ്ടോ നിങ്ങൾ, നല്ല വെയിൽ, നല്ല ഹ്യൂമിഡിറ്റിയാണ് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന ഏരിയ ആണ് കേട്ടോ. ഇത് വളരെ നീറ്റാണ്, ക്ലീനാണ് ഈ ഏരിയ. ഇവിടെ ഞങ്ങൾ 2.5 വർഷത്തോളമായി നമ്മൾ ഈ ഏരിയയിൽ താമസിക്കുന്നു കേട്ടോ. ഒരു ബുദ്ധിമുട്ടുമില്ല, കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഹാപ്പിയാണ് ഇവിടെ. എന്താ വെച്ചാൽ ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ 1 വർഷം 1.5 വർഷത്തോളം താമസിച്ചത് ഫ്ലാറ്റിലാണ് കേട്ടോ. ഫ്ലാറ്റിൽ ഷാർജയിലാണ് താമസിച്ചത്. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ നമുക്ക് മോൾക്ക് ഓടി നടക്കാനുള്ള സ്ഥലപരിമിതികൾ ഒരു വിഷയമായിരുന്നു. ഞങ്ങൾക്ക് എന്തെങ്കിലും മോൾക്ക് കളിക്കണം തോന്നിയാൽ ഞങ്ങൾ മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ പോയി പാർക്കിംഗ് ഏരിയയിലേക്ക് പോകണം, അല്ലെങ്കിൽ വല്ല പാർക്കിലേക്ക് പോകേണ്ട അവസ്ഥയായിരുന്നു. ഇതിപ്പോൾ നമ്മൾ വില്ലയിലേക്ക് മാറി. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒത്തിരി സ്ഥലമുണ്ട്. ഒരു കോമ്പൗണ്ടിനുള്ളിൽ ഓടിച്ചാടി നടക്കാനും സൈക്കിൾ ഓട്ടാനും എല്ലാത്തിനും സ്ഥലമുണ്ട്. ചാരുട്ടൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമ്മളും ഹാപ്പിയാണ് കേട്ടോ. ചെറിയ കുട്ടികളിലൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒരു വില്ലയാണ് കേട്ടോ. വില്ല കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നമ്മളെ നാട്ടിലെ പോലെ വീട്ടിൻ്റെ മുറ്റത്ത് കളിക്കുന്ന, വൈകുന്നേരം ആകുമ്പോൾ കളിക്കാൻ പറ്റും. അങ്ങനെയുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഫ്ലാറ്റിൽ ഇതെല്ലാം ചെയ്യാനുള്ള പരിമിതികളുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കളിക്കാനും കാര്യങ്ങൾക്ക് പാർക്കിലേക്ക് തന്നെ പോകണം. അങ്ങനെ ഒരു പരിമിതിയുണ്ട് ഫ്ലാറ്റിൽ. ഞങ്ങൾ ചായ കുടിക്കാൻ വന്നിരിക്കുന്ന അൽക്കുസ് മാളിലേക്ക് കേട്ടോ. അൽക്കുസ് മാളിൽ നമ്മുടെ മദീന ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് ഒരു ചായക്കടയുണ്ട്. അവിടത്തേക്ക് ഞങ്ങൾ ഇവിടെ നിന്നല്ല ചായ കുടിക്കാറ് സ്ഥിരം. ഞങ്ങൾ വേറെ കടയിൽ നിന്ന് ചായ കുടിക്കാറ്. പക്ഷേ ഇന്നൊന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നത് കേട്ടോ. അങ്ങനെ ചാരൂട്ടനും അവിടെ ഇരുന്നു, സീറ്റിങ്ങൊക്കെ കിട്ടി. ചാരൂട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അതിലിടയ്ക്ക്. ഞാൻ നെറ്റ് കണ്ടിട്ട് അതിൻ്റെ ആകാംക്ഷയില്ല. ചാരൂട്ടൻ സൈഡിലേക്കൂടെ കുറേ ആൾക്കാർ പോകുന്നതൊക്കെ നെറ്റിൻ്റെ ഉള്ളിൽ കാണുന്നുണ്ട്. അത് ഞങ്ങളങ്ങനെ ചായയൊക്കെ പറഞ്ഞു കേട്ടോ. ചായ പക്കോടയാണ് ഇവർക്ക് ഇഷ്ടം കേട്ടോ. പക്കോടേൻ്റെ കൂടെ ഞാനൊരു ഇലയടിയും പറഞ്ഞു കേട്ടോ. എനിക്ക് മധുരമാണ് ഇഷ്ടം. അങ്ങനെ ഇലയടിയും പക്കോടയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചായ കുടിച്ചു കേട്ടോ. ചാരു ചായ
ഉണ്ടെങ്കിൽ മേടിച്ചു തരാത്ത Pink, yellow, golden. Papa, yellow and golden. And pink. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നേരെ തൊട്ടടുത്തുള്ള മദീനയിലേക്ക് വന്നിട്ടോ. ചാരുട്ടിനൊരു ഭണ്ഡാരം വേണം, ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഭണ്ഡാരം വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഭണ്ഡാരം നോക്കാൻ ഇറങ്ങി കേട്ടോ. ഭണ്ഡാരം നോക്കാൻ ഇറങ്ങിയിട്ട് ഇപ്പം ഭണ്ഡാരമില്ല ഇവിടെ. അത് ബാറ്ററിയിൽ നമ്മളെ കറൻസിയൊക്കെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നതും അതുപോലെ തന്നെ നമ്പർ ഓപ്പൺ ചെയ്ത് ഞങ്ങൾക്ക് ആവശ്യത്തിലുള്ള ക്യാഷ് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന ആ ടൈപ്പ് ഭണ്ഡാരമാണ് കേട്ടോ വേണ്ടത്. മറ്റേ നോർമൽ ഭണ്ഡാരം ഓൾറെഡി ഉണ്ട് ചാരുവിന്. അപ്പോൾ അങ്ങനെ അത് വാങ്ങാൻ ഇറങ്ങി കേട്ടോ. പക്ഷേ ഇവിടെ ഇല്ല, മദീനയിലില്ല. ആള് തൊട്ടടുത്തുള്ള കടയിൽ പോകാൻ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. മദീനയിൽ എന്തോ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ സാധനം വാങ്ങാൻ നിന്നില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ പ്രത്യേകിച്ച് സാധനമൊന്നും വാങ്ങിയില്ല. അപ്പോൾ ഓഫറിലൊക്കെ ഉണ്ട് ഒരു മാങ്ങ ചാരുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നാട്ടിൽ നിന്നായാലും മാങ്ങ സീസണിലാണ് ഞങ്ങൾ നാട്ടിൽ പോയത്. അപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു മാങ്ങ, ഒരുപാട് കഴിച്ചായിരുന്നു ചാരു. എന്നാലും മാങ്ങ കാണുമ്പോൾ ചാരുവിന് നിങ്ങൾ ചാരുവിൻ്റെ ഇത് കണ്ടോ, ഓണത്തിൻ്റെ പൂക്കളൊക്കെ വന്നു തുടങ്ങി കേട്ടോ ഇവിടെ. ഓരോ പൂവിനൊക്കെ വില കണ്ടോ നിങ്ങൾ? 65 ദിർഹം, അതായത് 1500 അടുത്തൊക്കെ വരും കേട്ടോ. ഭയങ്കര വിലയാണ് പൂവിനൊക്കെ. ഓണത്തിൻ്റെ ആ സമയത്ത് കുറച്ച് ചിലപ്പോൾ റേറ്റ് കുറഞ്ഞിട്ടൊക്കെ കിട്ടും. ഇങ്ങനെ ഭണ്ഡാരം തപ്പിയിട്ട് ഇവിടെ ഒന്നും കാണാനില്ല കേട്ടോ. ഒരുപാട് ടോയ്സൊക്കെ കണ്ടപ്പോൾ ചാരുവിന് പിന്നെ പ്രശ്നമായി തുടങ്ങി, അത് വേണം ഇത് വേണം എന്നൊക്കെ. അങ്ങനെ നടന്ന് ലാസ്റ്റ് അവിടെ നമുക്ക് തേടിയിട്ട് കാണാത്തതുകൊണ്ട് അവിടുത്തെ സെയിൽസ്മാനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയുള്ളതില്ല ഇവിടെ, സ്റ്റോക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇത്രോളം വന്നതല്ല, ചാരുട്ടിന് എന്തെങ്കിലും വാങ്ങാണ്ട് വിടത്തില്ല എന്ന് എനിക്ക് ഉറപ്പായി. അതിനിടയ്ക്ക് അവിടെ നിന്ന് ഒരു റോസ് എടുത്തായിരുന്നു കേട്ടോ. പൂക്കളിനടുക്കുന്ന് ഒരു റോസ് എടുത്ത് കയ്യിൽ വെച്ചായിരുന്നു. അത് ബില്ലൊന്നും അടിച്ചില്ല കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഓരോ സാധനം കാണുമ്പോൾ ചാരുവിന് പിന്നെ അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കലായി കേട്ടോ. ഇതൊക്കെ ഒരുപാട് വാങ്ങിച്ചിട്ടുള്ളതാണ്, റൂമിലുണ്ട്. എന്നാലും പുതിയത് കാണുമ്പോൾ ചാരുവിന് ഒരു ആകാംക്ഷ. പക്ഷെ ഞങ്ങൾക്ക് ഇതുവരെ ചാരുവിനെ കൊണ്ട് വേറെ മോശം രീതിയിലൊരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു കളിപ്പാട്ടത്തിനോ ഒന്നിനു വേണ്ടിയിട്ട് കരയോ അല്ലെങ്കിൽ നിലത്ത് വീണ് ബഹളം വെക്കുകയോ അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ചാരുട്ടിനില്ല കേട്ടോ. ഇതിനു മുന്നേ ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. മാളുകളിൽ പോയാലും ചാരുട്ടിന് ഇഷ്ടമുള്ള സാധനങ്ങൾ ചാരുട്ടി കാണിച്ചു തരും. അപ്പോൾ ഞങ്ങൾ വാങ്ങാൻ പറ്റാത്തതാണെങ്കിലും ഞങ്ങൾ അല്ലെങ്കിൽ അത് നല്ലതല്ലെങ്കിൽ ചാരുട്ടിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ചാരുട്ടിന് നല്ലപോലെ മനസ്സിലാവും കേട്ടോ. പിന്നെ അതിന് വേണ്ടിയിട്ട് വാശി പിടിക്കുന്ന സ്വഭാവം അങ്ങനെയൊന്നുമില്ല. ഒട്ടുമിക്കതും നല്ല ഓഫറൊക്കെ കിട്ടുമ്പോൾ ഞങ്ങൾ വാങ്ങിച്ച് കൊടുക്കാറുണ്ട് ചാരുട്ടിന്. അപ്പോൾ അവൾക്കറിയാം വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് വാശി പിടിക്കുന്ന സ്വഭാവം ഞങ്ങളുടെ ചാരുട്ടിനില്ല കേട്ടോ. ചാരുമോള് നല്ല മോളാണ്, കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്കിത്. അതുകൊണ്ട് ഈ മാളിലൊക്കെ കൂട്ടി പോകുമ്പം ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ നിലത്ത് വീണ് കരയുന്നൊക്കെ. അവരൊക്കെ മോശക്കാരാണെന്നല്ല പറയുന്നത്. അവർ ചിലപ്പോൾ അങ്ങനെ സ്പോട്ടിൽ നമ്മൾ വാങ്ങിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കിട്ടുന്നില്ല, ഒരു എന്തോ ചോദിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന അവർക്ക് തോന്നും. പിന്നെ അതുകൊണ്ട് നമ്മൾ ആ സ്പോട്ടിൽ വാങ്ങിച്ച് നമ്മൾ വാങ്ങാൻ പറ്റാത്ത സാധനമാണെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ ആവും. ആദ്യത്തെ കുറച്ച് ഒരു 1-2 പ്രാവശ്യം നിലത്ത് വീഴും, അങ്ങനെ പ്രശ്നങ്ങളാക്കുമെങ്കിലും പിന്നീട് നമുക്കത് പ്രശ്നമില്ലാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അവർ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടികളും പറഞ്ഞാൽ മനസ്സിലാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ളവരൊക്കെ മോശമാണെന്നല്ല, ഓരോരോ കുട്ടികളും ഓരോരോ സ്വഭാവം ആണ്, അത് ബിൽഡപ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ
ഇങ്ങനെ കളിപ്പാട്ടത്തിൻ്റെ കേസിലൊന്നും ചാരുവിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനെത്ര ഇപ്പോൾ കണ്ടോ, നമ്മുടെ പണ്ണാരെങ്കിലും ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ചാരുവിന് അടുത്തായിട്ട് കണ്ടുപിടിച്ച സാധനം കൂട്ടില്ല. ഇത് വേണമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഞങ്ങളത് നോക്കി, അത് ഓഫറിൽ കിടക്കുന്ന സാധനമാണ്. അപ്പോൾ അത് റേറ്റും വലിയ റേറ്റില്ല, അത് കുഴപ്പമില്ല. ചാരുവിന് അത് വേണമെന്ന് പറഞ്ഞു. അതങ്ങനെ ഓഫറിലായത് കൊണ്ടും പിന്നെ റേറ്റ് കുറവായത് കൊണ്ടും നമുക്ക് വാങ്ങാൻ പ്രശ്നമില്ലാത്തത് കൊണ്ട് ഞങ്ങളത് വാങ്ങിച്ച് കൊടുത്തിട്ടോ. ചാരുട്ടിന് പിന്നെ ഹാപ്പി. ചെറിയ ചെറിയ സാധനങ്ങൾ മതി ചാരുട്ടിന്, ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ഭണ്ണാരം വാങ്ങാൻ പോയ നമ്മളിന്ന് ചെറിയ കുതിരേനായിട്ട് വന്നിട്ടോ. കുതിര ഇഷ്ടപ്പെട്ടു ചാരുട്ടിന്. കൂടെ റോസും ഉണ്ടട്ടോ, കയ്യിൽ കളയാറ് പിടിച്ചിരിക്കുന്നു. ആ മദീനയിൽ ഒരു റോസ് എടുത്താണ്. അവർ കാണുന്നുണ്ടോയെന്നറിയില്ല. അവിടെയുള്ള കുറേ പേര് ഞങ്ങളെ വീഡിയോ കാണുന്നവരൊക്കെയുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ബില്ലൊക്കെ അടിച്ച് ഇറങ്ങാൻ പോകണം കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെയൊക്കെയാണ് സമയം പോയത്. നമ്മൾ ഇന്നത്തെ ദിവസം പുറത്തേക്ക് വന്നത് മാക്സിമം പോയ 1.5-2 മണിക്കൂറാണ് കേട്ടോ. ഈ ഈവനിങ് ചാരൂട്ടാണ് റൂമിലിരുന്ന് ബോറടിക്കുമായിരുന്നു. ഈ സമയം കളിക്കാനും ആരുമില്ലാതെ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഈ പുറത്ത് വന്നിട്ട് മാലിലൊക്കെ സാധനങ്ങളൊക്കെ ചാരൂട്ടിന് കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വരാൻ തീരുമാനിച്ചത് കേട്ടോ. അങ്ങനെ ഈ സോഫ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്നു. ഞാനിരുന്ന് കഴിഞ്ഞപ്പോഴേക്ക് ചാരൂട്ടിനും ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ വെറുതെ ഒന്ന് വെയിറ്റൊക്കെ താങ്ങുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഇത് എയറാണ് കേട്ടോ. പക്ഷെങ്കിൽ ഇതിനെക്കാട്ടി നല്ലത് ഫോം നിറച്ചിട്ടുള്ള സോഫയുണ്ട് കേട്ടോ. അതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇത് നമുക്ക് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുമ്പോൾ യൂസൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെങ്കിൽ ഇതിന് സ്പേസ് കുറച്ച് വേണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എടുത്തില്ല. മുട്ടയില്ലേ വണ്ടിയില്, പിന്നെ എന്തിനാ ഇതെനിക്കാണ് തന്നേക്കപ്പാ. എനിക്കൊന്നു വെച്ചാൽ നടക്ക്, എനിക്കൊന്നു വെച്ചാൽ നിക്കടാ. അങ്ങനെ ഞങ്ങൾ ചായ കൂടിയും പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ ഫ്രീ പാർക്കിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് 2 മണിക്കൂർ ഫ്രീ പാർക്കിംഗ് ആണ്. അതിനുശേഷം സാലയ്ക്ക് നിന്ന് കട്ടാവും എമൗണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ വേറെ എവിടെയെങ്കിലും പുറത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പീക്ക് ടൈമാണ്, പാർക്കിങ്ങിൻ്റെ പീക്ക് ടൈമാണ്. 4 ദിർഹത്തിനുള്ളിടക്ക് 6 ദിർഹം കൊടുക്കണം കേട്ടോ മണിക്കൂറിന് പാർക്കിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പൊതുവേ ഈ അൽക്കുസ് മാളിലേക്കാണ് ഈവനിങ് ഒക്കെ വരുന്നത്. അപ്പോൾ പാർക്കിംഗ് ഫ്രീ ആണ് ഇവിടെ 2 മണിക്കൂർ. നമ്മളെന്തായാലും 2 മണിക്കൂറിനുള്ളിൽ പോവും, എക്സിറ്റ് ആവും. അതുകൊണ്ട് കുഴപ്പമില്ല. ആ പൂവ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചാരൂട്ടൻ വണ്ടിയിൽ. ഇതാണ് നമ്മുടെ അൽക്കുസ് മാളിൻ്റെ എൻട്രൻസ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതിന് തൊട്ട് മുട്ടിയിട്ട് തന്നെയാണ് നമ്മുടെ മെഡിക്കൽ സെൻറ്റർ കേട്ടോ. ബയോമെട്രിക്സും കാര്യങ്ങളും എടുക്കുന്നത്, വിസ പ്രോസസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ. അതുപോലെ നമ്മൾ പോയ 1-20 ഗേറ്റില്ലേ, അതും ഇതിന് ഉള്ളിലേക്കൂടെ തന്നെയാണ് പോകേണ്ടത്, മാളിൻ്റെ ഉള്ളിൽ കൂടെ. പിന്നെ അതുകൂടാതെ ഇതിൻ്റെ പുറത്തേക്കൂടെ ഒരു എൻട്രൻസ് ഉണ്ട്. റൈറ്റ് കാണുന്ന അവത്തിൽ ഒരു എൻട്രൻസ് കൂടിയുണ്ട് കേട്ടോ. ഞങ്ങളപ്പോൾ വൈകുന്നേരം തിരിച്ച് പോക്കായി വീട്ടിലേക്ക്. പട്ടീനെ ഒരു വണ്ടി ഇട്ടിട്ട് കൊണ്ടുപോണു. പട്ടീനെ പൂച്ചയൊന്നുമില്ല. പട്ടീനെ ഞാൻ കണ്ടു. പട്ടി ഒരാള് അവരുടെ പട്ടീനെ നൈസ് ഡേ എന്ന് കേട്ടോ നോട്ടാ. ഹോസിനെ കിട്ടുകൊണ്ട് നൈസ് ഡേ ചാരു. Time for go home. You're going home? Yes, my home. I'm going to my home. I'm joining my driver.
This is taxi. So, this is taxi. ഇറക്കി വിടാനുവേട്ടാ, ഇറക്കി വിടാ, ഒന്നും നോക്കണ്ട. ഇറക്കി വിടാനുവേട്ടാ, ഒന്നും നോക്കണ്ട. ടാക്സി ആണെങ്കിൽ ഇപ്പൊ ഇറക്കി വിടണം. അച്ഛനെ ഡ്രൈവർന്ന് വിളിക്കുന്നു. അച്ഛനെ ഡ്രൈവർന്ന് വിളിക്കുവാണെങ്കിൽ ഇപ്പൊ ഇറക്കണം. അനുവേട്ടാ, സോറി ഞാൻ തെറ്റുപറ്റിപ്പോയില്ല. അതാരാ വണ്ടി ഓടിക്കുന്നേ? അച്ഛൻ. പിന്നെ എന്തിനാ നേരത്തെ ഡ്രൈവർ എന്ന് പറഞ്ഞു? അത് തെറ്റുപറ്റിപ്പോയി. ഇനി തെറ്റ് പറ്റിയ വണ്ടി ഒന്ന് ഇറക്കി വിടണം അനുവേട്ടാ. എന്റെ അനൂപിനെ നീ ഡ്രൈവർന്ന് വിളിക്കുന്ന? നടക്കൂല മോനെ അതൊന്നേ. അച്ഛാ മോനെ ഒന്ന് ഫാസ്റ്റ് പോവോ? Driver go fast. His driver go fast. ഡ്രൈവർ വേഗം പോവാ. പൈസ എന്താണ് അവിടെ? ഡ്രൈവർ അല്ലേ? ഞാൻ പൈസ തരൂല. അവിടെ എത്തിയോടെ പൈസ ഒന്നുമില്ല. ഞാൻ ഡ്രൈവറാണല്ലേ. കൊടുത്തു എന്റെ കയ്യിലില്ല, എന്റെ ഒന്നുമില്ല കൊടുക്കാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയ പാടെ ചാരൂട്ടിനത് ഓപ്പൺ ചെയ്യണം കേട്ടോ. പാക്കറ്റ് ഓപ്പൺ ചെയ്ത് സെറ്റായി കൊടുക്കണം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ മതി കേട്ടോ ചാരൂട്ടിന്. അങ്ങനെ വലിയ സാധനങ്ങളോടൊന്നും ഭയങ്കര ഇഷ്ടം അങ്ങനെയൊന്നുമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ കിട്ടി തന്നെ ആൾ സന്തോഷം, ഹാപ്പിയായി, കൂടെ ഞങ്ങളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ വൈകുന്നേരത്തെ ചെറിയൊരു നേരമ്പോക്ക് പരിപാടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ വേണ്ടി ചാരൂട്ടാ? ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം അല്ലേ? അതെ. ഓക്കെ. ഇനി നിങ്ങൾ എൻ്റെ ടോയ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോളൂ. ഞാൻ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് തരാം. ഇതെൻ്റെതാ, നിങ്ങൾക്ക് വേറെ ഞാൻ വാങ്ങിച്ചിട്ട് തന്നോളാം. അപ്പോൾ ഇന്ന് ഇത്ര വരും. ബൈ ബൈ.